അല്ല നമ്മളിപ്പോൾ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമരത്തിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ചോദ്യത്തിനും ഉത്തരത്തിനും ഒക്കെ പോകേണ്ടി വരും. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വിളിപ്പിച്ചതാണ്. അതിന് കൃത്യമായിട്ട് 3 ദിവസം ചോദ്യം ചെയ്യലുണ്ടായി. ആ ചോദ്യം ചെയ്യലിൽ അവർക്ക് ഞാൻ കൊടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് SITക്കും ഒരുപാട് ഗുണങ്ങൾ ചെയ്ത്, അതുപോലെ തന്നെ ഈ ഒരു പോരാട്ടം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യത്തിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്. സത്യത്തിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം സത്യം ജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയുക, തിന്മകളെ കൂട്ടുപിടിച്ചതിനെ കൊണ്ട് സത്യം ജയിക്കില്ല. അത് സത്യത്തിൻ്റെ മാർഗത്തിൽ തന്നെ ആവണം. നിഷ്പക്ഷമായിട്ടാണ് ഞാനും ബാക്കിയുള്ള ആളുകൾ നിൽക്കുന്നത്. എല്ലാ വിഷയവും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തലയോട്ടി എവിടെ നിന്ന് കിട്ടിയെന്നുള്ള അടയ്ക്ക് ഞാൻ ഈ ചോദ്യത്തിന് മറുപടി പറയട്ടെ. അല്ല, ഈ ഫ്ലോ പോയി. പിന്നെ SITക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. അതായത് ആ തലയോട്ടി എവിടുന്ന് കിട്ടി, ആര് കൊണ്ടു തടുത്തു, ആ വക കാര്യങ്ങളൊക്കെ എന്നോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് കൃത്യമായിട്ടുള്ള തെളിവ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് തെളിവ് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളായിരുന്നു. അത് ഞാൻ കൃത്യമായി കൊടുത്തു. അത് അവർക്കൊരു വലിയൊരു കിട്ടലാണ്, ഒരു അന്വേഷണത്തിന് വലിയ വൈത്തിരിവാണ്. അതുപോലെ തന്നെ ഈ ഒരു ചോദ്യം ചെയ്യലിൽ ശിരൂർ വരെ വന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ശിരൂരിൽ അപകടം ഉണ്ടാക്കിയ ഞാനാണെന്ന് പോലും ആ തരത്തിൽ വരെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല. അതുപോലെ ഒരു ഇപ്പോൾ ചോദ്യം ചെയ്യലിൻ്റെ അല്ല ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യലിൻ്റെ രീതി അങ്ങനെ ഉണ്ടാവുക. അങ്ങനെയല്ല. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ഇത് സത്യസന്ധമായ പോരാട്ടമാണ്. ഈ പോരാട്ടം നയിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ഈ പോരാട്ടം നയിക്കുന്നത് വലിയ പ്രമുഖരോ വലിയ നേതാക്കന്മാരോ ഇതിൻ്റെ മുന്നേ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ല. അപ്പോൾ അതിൻ്റെതായ ചെറിയ പാകപ്പയവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തലയോട്ടി യഥാർത്ഥത്തിൽ അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് കിട്ടിയത്. ഞാൻ വ്യക്തമായിട്ട് പറയാണ്, തലയോട്ടി കിട്ടിയത് ഈ ധർമ്മസ്ഥലയിലെ ബംഗ്ലഗുഡയിൽ നിന്ന് തന്നെയാണ് തലയോട്ടി കിട്ടിയത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 164 മൊഴി കൊടുക്കാൻ പോകുമ്പോൾ ഈ ശുചീകരണ തൊഴിലാളിൻ്റെ കയ്യിൽ അത് യഥാർത്ഥത്തിൽ ശുചീകരണ തൊഴിലാളിയല്ല ആ തലയോട്ടി എടുത്തത്. അതാണ് അതിൻ്റെ ഉള്ള ഒരു പ്രശ്നം. പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ഈ സാധാരണക്കാർ ചെയ്തൊരു വിഷയമാണ്. പക്ഷെ അത് അങ്ങനെ അല്ലേ ഇനി പാടുള്ളതെന്നാണ് എൻ്റെ സ്റ്റാൻഡ്. അതായത് 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഈ തലയോട്ടി കണ്ടതിനോട് മാത്രമല്ല SITക്ക് അന്വേഷണത്തിനുള്ള ഉത്തരവ് കോടതിയിൽ നിന്ന് കിട്ടിയത്. പക്ഷെ ഇവരെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 2012 മുതൽ 2025 വരെ നിരന്തരമായി ലക്ഷക്കണക്കിലെ ആളുകൾ പോരാടി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഒരാളോ രണ്ടാളോ അല്ല, പല പോരാട്ടത്തിന് ആളുകളെ ഓരോ പരിപാടികൾ സംഘടിപ്പിച്ചാൽ ബെൽത്തങ്കടി നിറഞ്ഞു കവിയും. 5 ലക്ഷം 6 ലക്ഷം പേരൊക്കെയാണ് ആ പോരാട്ടത്തിലുള്ളത്. പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു SIT രൂപീകരിക്കുന്നതിലേക്കോ പ്രത്യേക അന്വേഷണത്തിലേക്ക് രൂപീകരിക്കുന്നതിലേക്കോ കാര്യങ്ങൾ എത്തിയില്ലേനും. അപ്പോൾ അതുകൊണ്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഭയം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഇങ്ങനെ ഒരാൾ വന്നിട്ട് പോലും ഇനിയും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം ഉണ്ടാവില്ല എന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു ചെറിയൊരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമാണ് അതുണ്ടായത്.